സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങി. അവസാന പേജ് മാത്രമാണ് ഗവർണർ വായിച്ചത്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി MK വിനോദയും ശാലിനിയും ഉണ്ട്. ആദ്യം വിനോദിലേക്കാണ്. വിനോദ്, ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങൾക്കാണ് ഇന്ന് എന്തായിരിക്കും ഈ നയപ്രഖ്യാപന പ്രസംഗവേളയിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ഉൾപ്പെടെ രാവിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഒക്കെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു, ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് സംഭവിച്ചത് ഈ നയപ്രഖ്യാപന പ്രസംഗം ആ ഒരു അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചത്. എൻ്റെ 1.5 മിനിറ്റ് കഷ്ടിച്ച് നീണ്ടുനിന്ന ആ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് ഗവർണർ വായിച്ചിട്ട് മടങ്ങുകയാണ് ചെയ്തത്. സ്പീക്കറുടെ മുഖത്തുൾപ്പെടെ അമ്പരപ്പ് പ്രകടമായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നിയമസഭയിൽ ഇന്ന് സംഭവിച്ചതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് വിലയിരുത്താം? ലക്ഷ്മി, അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഇത്തരത്തിൽ നയപ്രഖ്യാപനം 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിച്ച് മടങ്ങുന്നത്. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. അതിൽ 136 പാരഗ്രാഫുകളാണ് ഉള്ളത്. 63 പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ്. ആ ബുക്കിലെ 136ാമത്തെ പാരഗ്രാഫ് മാത്രം നാമമാത്രമായി വായിച്ച് മടങ്ങിപ്പോകുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടത്. രാവിലെ 8:50 അദ്ദേഹം നിയമസഭയുടെ മുമ്പിലുള്ള കവാടത്തിലെത്തി. അവിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണൻ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നത്. മുഖ്യമന്ത്രിയിൽ നിന്നും സ്പീക്കറിൽ നിന്നും ഔദ്യോഗികമായി ബൊക്കെ സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രി മുമ്പിലേക്ക് നീട്ടിയ കൈ പിടിക്കാൻ അല്ലെങ്കിൽ ഹസ്തദാനം നടത്താൻ പോലും ഗവർണർ തയ്യാറായില്ല എന്നുള്ളതാണ്. വളരെ ചടുലമായി തന്നെ അദ്ദേഹം നിയമസഭയ്ക്കുള്ളിലേക്ക് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം അദ്ദേഹം സഭയ്ക്കുള്ളിലേക്ക് കടന്നുപോയി. സഭയ്ക്കുള്ളിൽ ചെന്ന ശേഷം അദ്ദേഹത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടി, ദേശീയഗാനത്തിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗം നടത്താനായി സ്പീക്കർ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വന്ന് ആമുഖമായി എല്ലാവരെയും സ്വാഗതം പറഞ്ഞ് ഈ തൻ്റെ പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് കടന്നുപോകുന്ന ഗവർണറെയാണ് കണ്ടത്. തൻ്റെ ശക്തമായ സർക്കാരിനോടുള്ള വിയോജിപ്പ്, സർക്കാരിൻ്റെ സമീപനങ്ങളോടുള്ള തൻ്റെ എതിർപ്പ് ഒക്കെ തൻ്റെ ശരീരഭാഷയിലും അതേപോലെ തന്നെ തൻ്റെ പ്രസംഗത്തിലും എല്ലാം പ്രകടമാക്കിയാണ് ഗവർണർ കടന്നുപോയത്. ഇത് സർക്കാരിനെ സംബന്ധിച്ച വലിയൊരു പ്രഹരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സർക്കാർ മുമ്പിലേക്ക് വെക്കുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നയങ്ങളൊന്നും വായിക്കാൻ ഗവർണർ തയ്യാറാവാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോജനം തന്നെയാണ്, അദ്ദേഹം അതിലുള്ള എതിർപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ നയപ്രഖ്യാപനത്തിൽ ഒന്നടങ്കം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും നവകേരള സദസ്സിൽ ഉണ്ടായ പരാതി പരിഹാരങ്ങളും ഒക്കെ തന്നെയാണ് വിവരിക്കുന്നത്. ഇതൊന്നും വായിക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിൽ ഒരു പാരഗ്രാഫിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് സേനയുടെ നേട്ടങ്ങളെ പറ്റിയാണ്. പക്ഷേ അതൊന്നും ഗവർണർ വായിച്ചില്ല. കാരണം ആഭ്യന്തര വകുപ്പ്, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു. ഗവർണറായി തനിക്ക് പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയുള്ള അദ്ദേഹം ഗവർണർ സർക്കാർ എഴുതി കൊടുത്ത പ്രസംഗം അപ്പാടെ വായിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടമായ വിയോജനത്തിൻ്റെ ഒരു നേർചിത്രമായി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട ഉടനെ അവർ പറഞ്ഞത് ഗവർണർ കാണിച്ചത് ശരിയായില്ല, നിയമസഭയോട് അനാദരവ് കാട്ടി അദ്ദേഹം പ്രതിപക്ഷത്തെ പോലും വണങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവർണറെ വിമർശിക്കാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ ചില ഒളിച്ചുകളി നടത്തുന്നു. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ സഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ വിമർശിക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിന്മേൽ വായിച്ചെടുക്കാം. എന്തായാലും ഗവർണർ തൻ്റെ ശക്തമായ വിയോജനം പ്രതിപക്ഷ നേതാക്കളെക്കാളും തൻ്റെ ഇടത്തോടുകൂടി ഗവർണർ സഭയിൽ വ്യക്തമാക്കി, സഭയിൽ പ്രകടമാക്കി എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ലക്ഷ്മി, വിനോദ്, ഈ സംസ്ഥാന സർക്കാരിനു വേണ്ടി ഉള്ള നയപ്രഖ്യാപനം അത് തന്നെയാണല്ലോ. മാത്രമല്ല, നമ്മൾ രാവിലെ തന്നെ അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എത്രയോ പാരഗ്രാഫുകൾ ഉണ്ടെന്നാണ് നമുക്ക് സൂചനകൾ കിട്ടിയത്. മാത്രമല്ല, ഈ വലിയ സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് നേട്ടങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത നേട്ടങ്ങൾ പൊലിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നല്ലോ. അതുമാത്രമല്ല, ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം സർക്കാർ ഇങ്ങനെ നിരന്തരമായി നിസ്സഹകരണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ തുടക്കം തന്നെ പാളി. നമുക്കത് അങ്ങനെ നോക്കിക്കാണണം. മാത്രമല്ല, ഈ ഒരു വിടവുണ്ടല്ലോ, ഈ ഒരു അകൽച്ച സർക്കാരും ഗവർണറും തമ്മിലുള്ള, അത് ഒരു പക്ഷേ വളരെ വലുതായിരിക്കുന്നു, അല്ലെങ്കിൽ പരിഹരിക്കാനാവാത്ത വിധത്തിലേക്ക് മാറിയോ എന്ന് വരെ സംശയിക്കാവുന്ന രീതിയിലുള്ള ഇന്നത്തെ അസാധാരണ സാഹചര്യങ്ങൾ.
തീർച്ചയായും ഗവർണറുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം നിയമസഭാ സമ്മേളനത്തിൽ സ്വാഭാവികമായും ഗവർണറെ സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ തന്നെ സഭാ കവാടത്തിലേക്ക് വരുന്നു. അവർ ബൊക്കെ നൽകുന്നു, ഹസ്തദാനം നൽകുന്നു, പരസ്പരം മുഖാമുഖം നോക്കി അവരുടെ സന്തോഷം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഗവർണർ നേരെ നിയമസഭാ കവാടത്തിലേക്ക് വരുന്നു, ഗാർഡ് ഓഫ് ഓണറിൽ അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കുന്നു. തുടർന്ന് തിരിഞ്ഞു വരുമ്പോൾ മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ ബൊക്കയുമായി നിൽക്കുന്നു. ആ ബൊക്കെ വാങ്ങി നേരെ അകത്തേക്ക് പോകുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി മുമ്പിലേക്ക് ഹസ്തദാനം നൽകാൻ വേണ്ടി നീട്ടിയ കൈ പോലും പിടിക്കാതെയാണ് ഗവർണർ വളരെ പെട്ടെന്ന് സഭയ്ക്കുള്ളിലേക്ക് കടന്നു പോകുന്നത്. അത് മാത്രമല്ല, ഈ 136 പാരഗ്രാഫ് അടങ്ങുന്ന നയപ്രഖ്യാപനത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചു മടങ്ങുന്നു. അവിടെ ഓരോ പാരഗ്രാഫിലും എൻ്റെ സർക്കാർ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണർ വായിക്കേണ്ട പ്രസംഗം സ്വാഭാവികമായും സർക്കാരാണ് നൽകുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറയുന്ന ആ നയപ്രഖ്യാപനത്തിൽ ഓരോ പാരഗ്രാഫിലും എൻ്റെ സർക്കാർ എന്ന് പറയുന്നു. സ്വാഭാവികമായും സർക്കാരിൻ്റെ എല്ലാ നയങ്ങളെയും എതിർക്കുന്ന ഗവർണർ എങ്ങനെ എൻ്റെ സർക്കാർ എന്ന് വായിക്കാൻ കഴിയും? അതുകൊണ്ട് ഗവർണർ ഇത്തരത്തിലുള്ള രണ്ട് സമീപനം സ്വീകരിച്ചില്ല. അദ്ദേഹം ഏത് നിലയിലാണോ പെരുമാറുന്നത് അത് തന്നെ അദ്ദേഹം പ്രകടമാക്കി. അതുകൊണ്ട് എൻ്റെ സർക്കാർ എന്ന് സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആ നയപ്രഖ്യാപനം വായിക്കാനേ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെയാണ് മുൻപും പലതവണ സർക്കാരുമായി ഇടഞ്ഞിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിലെത്തി എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ് ഇടതുഭരണ നേട്ടങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഉറക്കെ വായിച്ചിട്ടുണ്ട്. ഇത്തവണ അത് തന്നെ സംഭവിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. ഒരു പക്ഷേ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെയാണ് സ്വീകരണ സമയത്ത് ഒരു ശരീരഭാഷയിലൊക്കെ ഈ സർക്കാരുമായുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അത് ഉണ്ടാകില്ല. ഇത്തവണയും ഗവർണർ നയപ്രഖ്യാപനം വായിക്കും എന്ന് തന്നെയുള്ള സർക്കാർ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട്. തുടർന്നുള്ള വിനോദം. അതെ, തീർച്ചയായും സർക്കാരും ഗവർണർ ഈ പ്രസംഗം വായിക്കുന്നെങ്കിൽ വായിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങളൊന്നും ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നുള്ള ശ്രദ്ധേയമാണ്. ഈ പറഞ്ഞ സാമ്പത്തിക കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, അത് സർക്കാരിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു തുടങ്ങിയ 11-ാം പേജിലെ, അതായത് 21, 22 പാരഗ്രാഫുകളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ സംസ്ഥാന സർക്കാരിന് ഗുണകരമല്ല തുടങ്ങിയ ചെറിയ പരാമർശങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ കേന്ദ്ര സർക്കാരിനെ കാര്യമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ ഇതിലില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇതിലെ മറ്റ് ഒരു പാരഗ്രാഫിൽ കേരള പോലീസിന്റെ നേട്ടങ്ങളെ എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഗവർണറെ കൊണ്ട് ഇത് വായിപ്പിക്കാനുള്ള ഒരു ശ്രമം സർക്കാർ നന്നായി നടത്തിയിട്ടുണ്ട്. കാരണം പിണറായി സർക്കാർ ഒരു നയപ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊന്നുമല്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ടത്. അപ്പോൾ ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്നുള്ളതിനെ പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണങ്ങളെ ഭയപ്പെടുന്നു, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കാര്യമായി വിമർശിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഡൽഹിയിൽ നടത്തുന്ന സമരം, ജന്തർ മന്ദിറിൽ നടത്തുന്ന സമരം ആദ്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എല്ലാം അവിടെ പ്രകടനം നയിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതെല്ലാം വെട്ടിച്ചുരുക്കി ഇപ്പോൾ വെറുതെ ഒരു പ്രതിഷേധ സമ്മേളനം മാത്രമാക്കി മാറ്റിയതും കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണങ്ങളെ ഭയന്നാണ് എന്ന് പറയുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഗവർണർ ഇത് വായിക്കുന്നെങ്കിൽ അങ്ങ് വായിച്ചോട്ടെ എന്നുള്ള നിലയിലായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു പ്രസംഗം അച്ചടിച്ച് രാജ്ഭവന് കൈമാറിയത്. പക്ഷേ ഗവർണർ സർക്കാരിനെ വിറ്റ കാശ് തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള നിലയിലാണ് ഗവർണർ പെരുമാറിയത്. ഗവർണർ ഇത് വായിച്ചേ ഇല്ല. എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ് വാനോളം പുകഴ്ത്തുന്ന സർക്കാരിൻ്റെ നേട്ടങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ വായിക്കാൻ തന്നെ കൊണ്ട് സൗകര്യമില്ല എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അത്തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം കാണിച്ചത്. അതുകൊണ്ടാണ് 136 പാരഗ്രാഫുള്ള ആ പ്രസംഗത്തിൻ്റെ 136ാമത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് തൊഴുകയോടെ ഗവർണർ മടങ്ങുമ്പോൾ അത് സർക്കാരിൻ്റെ മുഖത്തേറ്റ ഒരു അടി കൂടിയാണ്. ലക്ഷ്മി, തീർച്ചയായും വിനോദ തുടങ്ങി.